എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം, അതുപോലെ തന്നെ നിങ്ങൾ കിട്ട CE മാർക്ക് അറിയാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കിട്ട CE മാർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഇനി അറിയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് സ്കൂളിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു വാർഷിക പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് നിങ്ങളോട് ചില ഷീറ്റുകളിൽ, അതായത് ചില നിങ്ങളുടെ ആ ഒരു മാർക്കൊക്കെ CE മാർക്ക് ഇട്ട ഷീറ്റിൽ നിങ്ങളോട് സിഗ്നേച്ചർ ഇടാനായിട്ടൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് അതിൽ സൈനൊക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഓരോ വിഷയങ്ങൾക്കും എത്ര മാർക്കാണ് CE മാർക്ക് ഇട്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ആ ഒരു CE മാർക്ക് എത്ര മാർക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് കിട്ടുക എന്നുള്ളത് മാത്രമാണ് അറിയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ CE മാർക്ക് നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളത് ഇനി അറിയുന്നതിനായിട്ട് യാതൊരുവിധ വഴിയും ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു CE മാർക്ക് സാധാരണഗതിയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സ് നൽകാറുണ്ട്. അപ്പോൾ മാക്സിമം മാർക്ക് തന്നെ ടീച്ചേഴ്സ് കൊടുക്കാറുണ്ട്. അതായത് മിനിമം നിങ്ങൾക്ക് 18 മാർക്കെങ്കിലും, അതായത് 20 മാർക്ക് CE ഉള്ളിടത്ത് ലഭിച്ചിട്ടുണ്ടാകും. 10 മാർക്ക് CE ഉണ്ടെങ്കിൽ അതിലൊരു 8 മിനിമം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഫുൾ മാർക്ക് തന്നെ, അതായത് 20-ൽ 20 തന്നെ, 10-ൽ 10 തന്നെ മാർക്ക് CE ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ജയിക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഗ്രേഡിൽ മാറ്റം വരുത്തുന്നതിനും സഹായിക്കും. അതായത് ജസ്റ്റ് കുറച്ച് മാർക്കിൻ്റെ വ്യത്യാസത്തിലൊക്കെ A+ നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിൻ്റെ ആ ഒരു ഗ്രേഡ് A+ലേക്ക് ചേഞ്ച് ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് വാങ്ങിച്ചാലാണ് A+ കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ നിങ്ങൾക്ക് 40-ലും അതുപോലെ തന്നെ 80-ലുമാണ് ഈ SSLC പരീക്ഷ, അതായത് ഈ ഒരു 40-ലും അതുപോലെ തന്നെ 80 മാർക്കിലുമാണ് SSLC പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഇതിൽ 40 മാർക്കിൻ്റെ വിഷയത്തിൽ 10 മാർക്ക് CEയും അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ 20 മാർക്ക് CEയുമാണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ 50-ലും അതുപോലെ 100-ലുമാണ് മാർക്ക് വരാറുള്ളത്. അപ്പോൾ ഇങ്ങനെ 50-ലും 100-ലും നിങ്ങൾക്ക് A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മിനിമം ജയിക്കാനായിട്ട് വേണ്ടത് ആകെ മാർക്കിൻ്റെ 30 മുതൽ 39% വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് 30-ഓ 39-ഓ അല്ലെങ്കിൽ അതിനിടയിലോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു പരീക്ഷ ജയിച്ചു എന്നുള്ളത് പറയാം. അതായത് 100 മാർക്കിൻ്റെ കാര്യത്തിൽ 30% എന്ന് പറയുമ്പോൾ 30 മാർക്കാണ്. അതുപോലെ തന്നെ 50 മാർക്കിൻ്റെ കാര്യത്തിൽ ഈ ഒരു 30% എന്ന് പറയുന്നത് ഈ ഒരു 15 മാർക്കാണ്. CE ഉൾപ്പെടെ 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പരീക്ഷ ജയിക്കും. അതുകൊണ്ട് തന്നെ CE ഉൾപ്പെടെയാണ് ഈ ഒരു മാർക്ക് വരുന്നത്, ഈ ഒരു 30% എന്നുള്ള ആ ഒരു മാർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 90 മുതൽ 100 വരെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ 80 മാർക്കിൻ്റെ ആ ഒരു പരീക്ഷയിൽ 20 മാർക്ക് CE ഉൾപ്പെടെ 100-ലാണ്. അപ്പോൾ 90 മുതൽ 100 വരെ കിട്ടുകയാണെങ്കിൽ A+ ആണ് കിട്ടുക. അതുപോലെ 80 മുതൽ 89 വരെ കിട്ടുകയാണെങ്കിൽ A ഗ്രേഡും, അതുപോലെ 70 മുതൽ 79 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ B+ ഗ്രേഡാണ് കിട്ടുക. അതുപോലെ 60 മുതൽ 69 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ B+, അത് B ഗ്രേഡും, അതുപോലെ 50 മുതൽ 59 വരെ മാർക്കാണ് കിട്ടുന്നതെങ്കിൽ C+ ഗ്രേഡുമാണ് കിട്ടുക. 40 മുതൽ 49 വരെ മാർക്ക് കിട്ടിയാൽ C ഗ്രേഡും, അതുപോലെ 30 മുതൽ 39 വരെ മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ D+ ഗ്രേഡുമാണ് കിട്ടുക. ഈ ഒരു D+ മിനിമം നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ മാത്രമേ ജയിക്കുകയുള്ളൂ. ഇതിന് താഴോട്ട് ലഭിക്കുന്ന ഗ്രേഡുകളെല്ലാം ഫെയിൽഡ് ആവുന്നതായിരിക്കും. അതായത് D ഗ്രേഡ് കിട്ടാനായിട്ട് 20 മുതൽ 29 വരെയാണ് വേണ്ടത്. ആ ഒരു ഗ്രേഡ് കിട്ടിയ വിദ്യാർത്ഥി പരീക്ഷ ചെയ്തിട്ട് വീണ്ടും ജയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 20 മാർക്കിന് താഴെയാണ് കിട്ടുന്നതെങ്കിൽ E ഗ്രേഡാണ് കിട്ടുക. അത് കിട്ടിക്കഴിഞ്ഞാൽ, അതുപോലെ D ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആണ് എന്നുള്ളത് പറയാം. അങ്ങനെയെങ്കിൽ വീണ്ടും ആ ഒരു പരീക്ഷ, അതായത് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾ വീണ്ടും ജയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ SSLC പരീക്ഷ ഈ ഒരു റിസൾട്ട് വന്ന ശേഷം ഉടൻ തന്നെ അതിന് അപേക്ഷ നൽകാനായിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് ഈ ഒരു 50 മാർക്കിൻ്റെ, അതായത് 40 മാർക്ക് എഴുത്ത് പരീക്ഷയും അതുപോലെ തന്നെ 10 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടൽ 50-ലാണ്. 50-ൽ A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 50-ൽ നിങ്ങൾക്ക് A+ കിട്ടണമെങ്കിൽ 45 മുതൽ 50 വരെ മാർക്ക് കിട്ടിയാലാണ് A+ കിട്ടുക. 40 മുതൽ 44 വരെ കിട്ടിയാൽ A ഗ്രേഡും, 35 മുതൽ 39 വരെ മാർക്കാണ് കിട്ടുന്നതെങ്കിൽ
B+ ഗ്രേഡുമാണ് കിട്ടുക. അതുപോലെ 30 മുതൽ 34 വരെ കിട്ടുകയാണെങ്കിൽ B ഗ്രേഡും 25 മുതൽ 29 വരെ മാർക്കാണ് കിട്ടുന്നതെങ്കിൽ C+ ഗ്രേഡും 20 മുതൽ 24 വരെ മാർക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് C ഗ്രേഡും അതുപോലെ 15 മുതൽ 19 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ D+ ഗ്രേഡുമാണ് കിട്ടുക. ഈ ഒരു ഗ്രേഡെങ്കിലും മിനിമം D+ എങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് തോൽക്കുന്നതാണ്. DO EO കിട്ടിയാൽ ആ ഒരു സബ്ജക്റ്റ് തോൽക്കും. അപ്പോൾ 10 മുതൽ 14 വരെ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് D ഗ്രേഡാണ് കിട്ടുക. 10-ന് താഴെ മാർക്ക് കിട്ടിയാൽ E ഗ്രേഡാണ് കിട്ടുക. മിനിമം നിങ്ങൾ ഈ ഒരു D+ ഗ്രേഡെങ്കിലും നേടണം. അതായത് CE മാർക്ക് ഉൾപ്പെടെ അതുപോലെ പ്രാക്ടിക്കൽ മാർക്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് അതുപോലെ എഴുത്ത് പരീക്ഷ ലഭിച്ച മാർക്ക് ഉൾപ്പെടെ 15 മുതൽ 19 വരെ മാർക്ക്, അതായത് മിനിമം 15 മാർക്കെങ്കിലും നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിലല്ല ടോട്ടലായിട്ട്, അതായത് CEയും പ്രാക്ടിക്കലെങ്കിൽ പ്രാക്ടിക്കലും എഴുത്ത് പരീക്ഷയുണ്ടെങ്കിൽ ആ ഒരു എഴുത്ത് പരീക്ഷയുടെയും ടോട്ടൽ മാർക്ക് നോക്കുന്ന സമയത്ത് 15 മുതൽ 19 വരെ നിങ്ങൾക്ക് 50 മാർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ 80 മാർക്കിൻ്റെ വിഷയത്തിലാണെങ്കിൽ 30 മുതൽ 39 വരെ മാർക്ക് മിനിമം, അതായത് മിനിമം 30 മാർക്കെങ്കിലും കിട്ടിയാൽ മാത്രമേ D+ കിട്ടുള്ളൂ. അപ്പോൾ D+ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് SSLC പരീക്ഷ, അതായത് D+ഓ അതിന് മുകളിലോ കിട്ടിയ വിദ്യാർത്ഥികൾ മാത്രമാണ് SSLC പരീക്ഷ ജയിക്കുകയുള്ളൂ. D ഗ്രേഡോ അല്ലെങ്കിൽ E ഗ്രേഡോ ആണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതിയിട്ട് ജയിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങളുടെ റിസൾട്ട് എന്ത് തന്നെയായാലും അതിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. റിസൾട്ട് കണ്ട് വിഷമിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് ഇത്ര മാർക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് കരുതി ടെൻഷൻ അടിച്ചിരിക്കുകയൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.